ജാസ്മിനെ എയറിൽ കയറ്റിയിരിക്കുകയാണ് ജിൻഡോ. അവിടെ നമുക്കറിയാം ചാർജിങ് ടാസ്ക് കൊടുത്തിരുന്നു ലാലേട്ടൻ. ചാർജിങ് ടാസ്കിൽ ജിൻഡോ തെരഞ്ഞെടുത്ത വ്യക്തി എന്ന് പറയുന്നത് ജാസ്മിനെയാണ്. അവിടെ ജാസ്മിന് വന്നു നിന്ന സമയത്ത് ജിൻഡോ പറഞ്ഞ വാചകങ്ങൾ പക്ക അത്രയും ക്ലാരിറ്റിയോടുകൂടി അത്രയും റിയൽ ആയിട്ടുള്ള ഡയലോഗുകളാണ് അവിടെ ജിൻഡോ പറഞ്ഞത്. അതിനെ പ്രേക്ഷകർ അവിടെ ഒന്നടങ്കം ഇരുന്ന് കൈയടിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ജിൻഡോ പറഞ്ഞ വാചകം ഇവിടെ വന്ന സമയത്ത് അത്രയും ചാർജിൽ വന്ന ഒരു മത്സരാർത്ഥിയാണ് ജാസ്മിൻ. കപ്പെടുക്കുമെന്ന് ഞാൻ ഉറപ്പിച്ച മത്സരാർത്ഥിയായിരുന്നു ജാസ്മിൻ. പിന്നെ ഒരാഴ്ച കഴിഞ്ഞ സമയത്ത് ഗബ്രിയുടെ അണ്ടറിലേക്ക് പോയി ജാസ്മിൻ എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് അവിടെ ഭയങ്കര കയ്യടിയായിരുന്നു പ്രേക്ഷകരുടെ ഇടയിൽ നിന്നും ഉണ്ടായത്. അതിനുശേഷം ജാസ്മിന്റെ അവിടെ ഗെയിം ഇല്ലാതായി. ഗബ്രിയുടെ അണ്ടറിൽ നിന്ന് മാത്രം ഗെയിം കളിച്ചു. ഇവർ രണ്ടുപേരും ഒരുമിച്ച് നിന്ന് മാത്രം ഗെയിം കളിച്ചു. പിന്നീട് ഞാൻ ക്യാപ്റ്റനായ സമയത്ത് ഇവർ സെപ്പറേറ്റ് നിന്ന് കളിക്കട്ടെ എന്ന് കരുതിക്കാണ് ഞാൻ ഇവർ രണ്ടുപേരും രണ്ട് ടീമിലേക്ക് മാറ്റിയത്. പക്ഷേ എന്നിട്ടും അവിടെ ജാസ്മിൻ ഗബ്രിക്കൊപ്പം നിന്ന് മാത്രമാണ് കളിച്ചത്. എപ്പോഴും ഡെൻ റൂമിലായിരുന്നു. ഡെൻ റൂം പൂട്ടാനുള്ള കാരണം ജാസ്മിൻ അവിടെ വന്ന് ഇരുന്നതാണ് എന്നൊരു കാര്യം ജിൻഡോ പറഞ്ഞു. പക്ഷെ അതല്ല കാരണമെന്നാണ് പവർ ടീം പലതവണ പറഞ്ഞിട്ടുണ്ട്. ഡെൻ റൂം മൊത്തത്തിൽ അവർക്ക് പൂട്ടാൻ താല്പര്യം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് അവർ പൂട്ടിയത്. പക്ഷെ ജിൻഡോ അങ്ങനെ തരത്തിൽ അവിടെ പറയുന്നതാണ്. എന്തായാലും അവിടെ ജാസ്മിൻ എന്നുള്ള ഗെയിമർ ഒരു അടിപൊളി ഗെയിമർ ആയിരുന്നു. അവിടെ മൊത്തത്തിൽ താഴ്ന്നു പോയി ജാസ്മിൻ ഗബ്രിയുടെ അണ്ടറിൽ വന്നപ്പോൾ എന്നാണ് അവിടെ ജിൻഡോ പറഞ്ഞത്. അതിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഫുൾ ചാർജിലേക്ക് ജാസ്മിൻ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ കപ്പെടുക്കാൻ സാധ്യതയുള്ള അത്രയും സ്ട്രോങ് മത്സരാർത്ഥിയാണ് ജാസ്മിൻ എന്നാണ് അവിടെ ജിൻഡോ പറഞ്ഞത്. ജിൻഡോ പറഞ്ഞത് അത്രയും ക്ലിയർ ആയിരുന്നു, അത്രയും സത്യമാണ് എന്നാണ് എനിക്ക് തോന്നിയത്. ജിൻഡോയ്ക്ക് അത്രയും ജാസ്മിനെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നി.